ശ്ലോകം 14 ശ്രദ്ധിക്കാം. തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യംദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. അനന്തരം വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ വലിയ തേരിൽ സാരഥ്യം വഹിച്ചുകൊണ്ട് മുമ്പിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും യുദ്ധത്തിനൊരുങ്ങി അർജുനനും ഇരുന്ന് തങ്ങളുടെ പേര് കേട്ട ദിവ്യങ്ങളായ ശംഖുകൾ വെവ്വേറെ മുഴക്കി. തഥാ എന്നാൽ അതിന് ശേഷം, ശ്വേതൈ ഹയൈ വെളുത്ത കുതിര, സ്യംദനം രഥം, മാധവ പാണ്ഡവ ച മാധവനും പാണ്ഡവനും. മാധവൻ ലക്ഷ്മി വല്ലഭൻ, പാണ്ഡവൻ അർജുനൻ. അതായത് ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണനും പാണ്ഡവരിൽ പ്രമുഖനായ അർജുനനും തൂവെള്ള കുതിരകളെ പൂട്ടിയ ശ്രേഷ്ഠമായ രഥത്തിലിരുന്നു കൊണ്ട് ദിവ്യങ്ങളായ ശംഖനാദം മുഴക്കി. തൂവെള്ള കുതിരകളാണ് അർജുനൻ്റെ രഥത്തെ വലിക്കുന്നത്. വേഗപരാക്രമശേഷിയും ദിവ്യ അലങ്കാരങ്ങളോടും കൂടിയ ഭംഗിയുള്ള ശ്രേഷ്ഠരഥം അഗ്നിഭഗവാൻ അർജുനന് അനുഗ്രഹിച്ചു നൽകിയതാണ്. പാണ്ഡവപക്ഷത്തിൻ്റെ രക്ഷകനായ ശ്രീകൃഷ്ണൻ ഉച്ചത്തിൽ ശംഖനാദം മുഴക്കി പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു. ഇനി രഥകൽപ്പനയുടെ സൂക്ഷ്മ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. രഥത്തെ നമ്മുടെ ശരീരമായും രഥം നിയന്ത്രിക്കുന്ന സാരഥി പരമാത്മാവും രഥത്തിൽ സഞ്ചരിക്കുന്ന ആൾ ജീവാത്മാവും ആകുന്നു. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാൺ മനസ്സും രഥത്തിൽ പൂട്ടിയ കുതിരകൾ ഇന്ദ്രിയങ്ങളും രഥം പോകുന്ന വഴികൾ വിഷയങ്ങളും ആകുന്നു. മനസ്സാകുന്ന കടിഞ്ഞാൺ ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് ഭഗവാനോടുള്ള പ്രേമഭക്തിയോടുകൂടി സത്യബോധത്തോടെ ഭഗവാനെ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ടു പോകാം. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.